ചൈനീസ് ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യയെയും റഷ്യയെയും പരിഹസിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയും റഷ്യയും കൂടുതൽ ഇരുണ്ട ചൈനയിലേക്ക് പോയെന്ന് അദ്ദേഹം തന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ചൈനയിലെ ഡിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ (SU) ഉച്ചകോടിയിൽ നരേന്ദ്രമോദി, പുടിൻ, ഷീ ജിൻപിങ് എന്നിവരുടെ ഫോട്ടോ പങ്കുവച്ചുകൊണ്ടാണ് ട്രംപിന്റെ പരിഹാസം. GST പരിഷ്കാരങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ തീരുമാനം എന്നാണ് മോദി ഇതിനെ വിശേഷിപ്പിച്ചത്. രാജ്യത്തിന് വളർച്ചയുടെയും പിന്തുണയുടെയും ഇരട്ട ഡോസ് ആണ് ഈ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. GST നിരക്കുകളിലെ മാറ്റം കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മോദിയുടെ പ്രശംസ. സുപ്രധാന കരാറിൽ ഒപ്പുവെച്ച് ഖത്തറും UAEയും. മനുഷ്യ വിഭവശേഷി വികസനത്തിലും സഹകരണം ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഏകോപനവും പങ്കാളിത്തവും വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പായിട്ട് കൂടി ഈ കരാർ വിലയിരുത്തപ്പെടുന്നു. സുപ്രധാന കരാറിൽ ഒപ്പുവെച്ച് ഖത്തറും UAEയും. മനുഷ്യ വിഭവശേഷി വികസനത്തിലും സഹകരണം ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഏകോപനവും പങ്കാളിത്തവും വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർണായക ചുവടുവയ്പായിട്ട് കൂടി ഈ കരാർ വിലയിരുത്തപ്പെടുന്നു. ഉത്രാടപ്പാച്ചിലെ ഒഴിവാക്കി ഓണം ഷോപ്പിംഗ് വേഗത്തിലാക്കാൻ അവസരമൊരുക്കി ക്യാച്ചി ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഇന്നും ബുധനാഴ്ച ഉത്രാട ദിനമായ നാളെയും ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ സ്റ്റോർ, കണക്ട്, സെലിബ്രേറ്റ് ഉൾപ്പെടെയുള്ള ലുലു സ്റ്റോറുകൾ രാത്രി 1 മണി വരെ തുറന്ന് പ്രവർത്തിക്കും. ഉത്രാട ദിനത്തിലെ ഷോപ്പിംഗ് വേഗത്തിലാക്കാൻ ഒരു കുടക്കീഴിൽ ഷോപ്പിംഗ് സാധ്യമാക്കുകയാണ് ലുലു. CPM നേതാവ് P. സരിന് എതിരെ ആരോപണം ഉന്നയിച്ച രാഗരഞ്ജിനിക്ക് മറുപടിയുമായി സൗമ്യ സരിൻ. സരിനെതിരെ പരാതി കൊടുക്കാൻ സഹായിക്കാൻ തയ്യാറാണെന്ന് സൗമ്യ ഫേസ്ബുക്കിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസമാണ് രാഗരഞ്ജിനി സരിനെതിരെ ആരോപണം ഉന്നയിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സൗമ്യ സരിൻ നടത്തിയ പ്രതികരണങ്ങൾക്ക് മറുപടിയെന്നോണം ആണ് രാഗരഞ്ജിനി രംഗത്ത് വന്നത്. വൈൽഡ് കാർഡ് എൻട്രികളായി ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് വന്നവരിൽ ശ്രദ്ധേയായ ഒരു മത്സരാർത്ഥിയാണ് മസ്താനി. വിമർശനങ്ങൾ ഏറെയുണ്ടെങ്കിലും കണ്ടന്റ് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് മസ്താനിയുടെ പ്രത്യേകത. വന്നതു മുതൽ തന്നെ രേണുവിനെ ലക്ഷ്യമിട്ട മസ്താനി പിന്നീട് രന അടക്കമുള്ളവരെയും ലക്ഷ്യമിടും. ഏതെങ്കിലും ഒരു മത്സരാർത്ഥിക്ക് ബിഗ് ബോസ് പ്രത്യേക പരിഗണന നൽകുന്നുവെന്ന ആരോപണം എല്ലാ സീസണുകളിലും പ്രേക്ഷകരിൽ ഒരു വിഭാഗത്തിൽ നിന്നും ഉയർന്നു വരാറുണ്ട്. ഇത്തവണ ആ പരിഗണന ലഭിക്കുന്ന മത്സരാർത്ഥി അനുമോൾ ആണെന്നാണ് ആരോപണം. വൈൽഡ് കാർഡ് ആയി വന്നവർ പുറത്തെ കാര്യങ്ങൾ അനുമോളോട് തുടർച്ചയായി പറയുമ്പോൾ പോലും ബിഗ് ബോസ് മുന്നറിയിപ്പ് നൽകാത്തത് അടക്കമുള്ള കാര്യങ്ങളും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്ത് പലരും പുച്ഛിച്ചു. ഓഫ് സ്റ്റാർ മാജിക്കുകാരി ഇവൾ ഉണ്ടോ? ഇവൾ ഈ ഷോ സീരിയൽ ആക്കും, ക്യൂട്ടീനസ് ഇട്ട് വെറുപ്പിക്കും, ഏഷ്യനി പരത്തും, അങ്ങനെ എന്തൊക്കെ. ഒരു ചെറുപ്പക്കാരി യുവതിക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറം ചില ആളുകൾ പറഞ്ഞു പരത്തി. അന്ന് അങ്ങനെ പ്രചരിപ്പിച്ച 90% പേരും ഇന്ന് അനുവിന്റെ സപ്പോർട്ടർ ആയി എന്നത് ചരിത്രം.